പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നല്ലൊരു ദിവസം കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകി തന്നതിനായി ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഈ പകൽക്കാലത്ത് ചിന്തയ്ക്കായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയുക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ ഹല്ലേലൂയ, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുവൾ വന്ന് ഹല്ലേലൂയ അഭിഷിക്തനായ എലീശയുടെ അടുക്കൽ തൻ്റെ സങ്കടങ്ങൾ പറയുകയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെയാണ്. നമ്മൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഹല്ലേലൂയ നമ്മൾ പലരോടും പറയും. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ മാനുഷികമായി നമ്മുടെ ഹല്ലേലൂയ ഒരു പക്ഷേ കൂട്ടുകാരോടായിരിക്കാം, ചിലപ്പോൾ സഹോദരങ്ങളോടായിരിക്കാം, ചിലപ്പോൾ മാതാപിതാക്കളോടായിരിക്കാം, ഹല്ലേലൂയ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയാറുണ്ട്. ഹല്ലേലൂയ. ഒരു സാന്ത്വനത്തിൻ്റെ വാക്കുകളൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ചിലപ്പോൾ ഹല്ലേലൂയ അത് ബലമായിട്ടുണ്ട്, ചിലപ്പോൾ ഹല്ലേലൂയ അനുഗ്രഹമായിട്ടുണ്ട്. ഹല്ലേലൂയ ഇതൊക്കെ സത്യമാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അതിനേക്കാൾ ഉപരിയായി ഹല്ലേലൂയ മനുഷ്യന് പരിമിതികളുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ പറയുമ്പോൾ, മനുഷ്യരോട് പറയുമ്പോൾ അവർക്ക് പരിമിതികളുണ്ട്. ഹല്ലേലൂയ. ഒരു പക്ഷേ ഹല്ലേലൂയ അവരൊരു പ്രാവശ്യമൊക്കെ സഹായിച്ചെന്ന് വരും, അല്ലെങ്കിൽ ഹല്ലേലൂയ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പരിമിതി ഇല്ലാത്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ഹല്ലേലൂയ നമ്മുടെ സങ്കടങ്ങൾ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ പിതാവ് നമുക്ക് വേണ്ടി കരുതും. ആമേൻ. എലീശ ഹല്ലേലൂയ ഇരട്ടിപ്പങ്കിൻ്റെ ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അഭിഷിക്തനാണ്. ഹല്ലേലൂയ. അഭിഷിക്തൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോൾ അഭിഷിക്തൻ തൻ്റെ കൃപയ്ക്കനുസരിച്ച് ഹല്ലേലൂയ ആ സഹോദരിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആമേൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നമ്മളെ കരുതും. ഉറച്ചു വിശ്വസിക്കണം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഹല്ലേലൂയ 9-ാം മണി നേരത്ത് ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാൻ പോകുന്ന 2 ഹല്ലേലൂയ അഭിഷിക്തന്മാരെ കാണാം, പത്രോസും യോഹന്നാനും. ഹല്ലേലൂയ. മുടന്തനായ ഹല്ലേലൂയ ഒരു മനുഷ്യൻ ആ ഹല്ലേലൂയ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ ഹല്ലേലൂയ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വല്ലതും കിട്ടുമെന്ന് കരുതി ഈ മനുഷ്യൻ അഭിഷിക്തന്മാരുടെ നേരെ കൈനീട്ടി. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞത് എന്താ? വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ഹല്ലേലൂയ പ്രതിസന്ധിയുടെ നടുവിലാണോ നീ? ഹല്ലേലൂയ പ്രതികൂലത്തിൻ്റെ നടുവിലാണോ നീ സങ്കടത്തിൻ്റെ നടുവിലാണോ? ഹല്ലേലൂയ നീ ചില വിഷയങ്ങളുടെ നടുവിലാണോ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ അതിന് വിടുതൽ നിനക്ക് സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം നീ ഒരു അത്ഭുതം കാണും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ വിശ്വാസത്തെ ഹല്ലേലൂയ ഒന്ന് ജ്വലിപ്പിക്ക്. ഹല്ലേലൂയ ആ വചനത്തിന്റെ ശക്തിയിലേക്ക് നീ ഒന്ന് കടക്ക്. ആത്മാവിന്റെ ഇടപെടൽ ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വെളിപ്പെട്ട് വരിക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വല്ലത് കിട്ടുമെന്ന് കരുതിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സഹായം ലഭിക്കുമെന്ന് കരുതിയായിരിക്കാം നീ ചിലരോട് പറഞ്ഞത്. എന്നാൽ ഹല്ലേലൂയ അവിടെ നിന്ന് ലഭിക്കാതിരിക്കുന്ന ഹല്ലേലൂയ ആ സഹായം ഉയരത്തിലെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് നിനക്ക് ലഭിക്കും. ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്ക്, ഉറച്ചു നിൽക്ക്. കർത്താവ് നിനക്ക് വേണ്ടി വൻ കാര്യത്തെ ചെയ്യുമെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തനാ. യേശു കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. യേശു കർത്താവ് നിന്നെ കരുതും. യേശു കർത്താവ് നിനക്ക് വേണ്ടി വൻ കാര്യത്തെ ചെയ്യും. ഇന്ന് പകൽക്കാലം ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. അപ്പനോടൊന്ന് പറഞ്ഞേ, അപ്പാ അപ്പാ ഹല്ലേലൂയ 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 അവിടുന്ന് ഞങ്ങളെ സഹായിക്കാൻ മതിയായവനാ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ. നീ ഉറച്ചു വിശ്വസിക്കുമെങ്കിൽ നീ അത്ഭുതം കാണും. കർത്താവേ, ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ.